ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ചെയ്തു വന്നതുപോലെ ഇന്നും ഒരു ചോദ്യോത്തര രീതിയിലാണ് ക്ലാസ് മുമ്പോട്ട് പോകുന്നത്. എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത് തൊടുപുഴയിൽ കർത്താവിൻ്റെ പേര് ചെയ്യുന്ന ജിജോ ബ്രദറാണ്. നമുക്ക് ഇനി ആ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന സഭയിലൊരു വിഷയം എന്ന് പറയുന്നത് ഇമ്പാർട്ടേഷൻ, അതായത് ഒരു വ്യക്തിയുടെ അഭിഷേകം മറ്റൊരു വ്യക്തിയിലേക്ക് പകരുന്ന, അല്ലെങ്കിൽ ഈ ആത്മപകർച്ച എന്നൊക്കെ പറഞ്ഞ രീതിയിൽ സഭകളിൽ അനേകം ഇങ്ങനെ ഒരു ഇമ്പാർട്ടേഷൻ പരിപാടി നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അത് ശരിക്കും ബിബ്ലിക്കലാണോ? അത് വചനത്തിൽ അങ്ങനെ ഒരു ഇമ്പാർട്ടേഷൻ ഉണ്ടോ? അത് ശരിയാണോ? അനേക ആളുകൾ ഈ നാടുകളിൽ അതിൻ്റെ പുറകെ പോകുന്നതായി കാണുന്നുണ്ട്. ശരിക്കും പഴയ നിയമത്തിലെ ഏലിയാവിൻ്റെ എലീശയുടെയും കഥയിൽ നിന്നാണ് മിക്കവാറും ആളുകളും ഇങ്ങനൊരു ഐഡിയ എടുത്തുകൊണ്ട് വരുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം അവിടെ ഏലിയാവിൻ്റെ ഇരട്ടി പങ്ക് എലീശയ്ക്ക് കിട്ടി എന്നൊക്കെ പറയുന്ന പോലെ ഇത് ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് കൃപകളുടെ ട്രാൻസ്ഫർ, അതല്ലെങ്കിൽ അവരുടെ ശുശ്രൂഷയുടെ ഇമ്പാർട്ടേഷൻ എന്ന് പറയുന്നൊരു പരിപാടി ഇന്ന് പല സ്ഥലത്തും കാണുന്നുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോസ്തലിക കാലഘട്ടങ്ങളിൽ അവരുടെ കൈവെപ്പിനാൽ പല ആളുകൾക്കും ഇങ്ങനെ ശുശ്രൂഷ ലഭിക്കുന്നതായിട്ട്, തിമോഥെയോസിന് ലഭിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ പിന്നീടുള്ള കാലഘട്ടത്തിൽ, അതായത് അപ്പോസ്തലന്മാരല്ലാത്ത ആരും അങ്ങനെ കൈവച്ച് ആത്മാവിന് നൽകിയിട്ടില്ല. കാരണം നമ്മൾ നോക്കുന്ന ഫിലിപ്പോസ് അവിടെയെല്ലാം ശമരയിലെല്ലാം സുവിശേഷം പറഞ്ഞു, ആൾക്കാർ വിശ്വസിച്ചു. പക്ഷേ അവിടെ അപ്പോസ്തലന്മാർ പിന്നീട് ചെല്ലുകയായിരുന്നു. അപ്പോൾ ഈ ഇമ്പാർട്ടേഷൻ എന്ന് പറയുന്ന അപ്പോസ്തലിക കാലഘട്ടത്തിൽ അത് ഇവരുടെ ഗിഫ്റ്റിനെ ഇമ്പാർട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഇപ്പം അപ്പോസ്തലൻ്റെ കയ്യിലുള്ള കുറച്ച് ഗിഫ്റ്റ് വേറൊരാൾക്ക് ഇമ്പാർട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. കൈ വയ്ക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് കൊടുക്കേണ്ട കൃപാവരങ്ങളെ നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൃപാവരങ്ങളെല്ലാം വരേണ്ടത് തലയായവനിൽ നിന്നാണ്. ഈ കൈയായിരിക്കുന്നവനിൽ നിന്നോ കാലായിരിക്കുന്നവനിൽ നിന്നല്ല ഇത് വരുന്നത്. അപ്പോൾ അപ്പോസ്തലന്മാർ കൈവയ്ക്കുമ്പോഴും ഈ അപ്പോസ്തലൻ്റെ കയ്യിലൊരു കൃപാവരം കുറച്ച് അങ്ങോട്ട് പോവുകയല്ല ചെയ്യുന്നത്. ദൈവം അവർക്ക് ആ കൃപാവരങ്ങളെ നൽകുകയാണ് ചെയ്തുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം എനിക്കുള്ള ഒരു കൃപാവരത്തെ ഞാൻ വേറൊരാൾക്ക് കൊടുക്കുന്നു, ഇമ്പാർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. അത് തെറ്റാണ് എന്നാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഇമ്പാർട്ടേഷനെ കുറിച്ച് പറയുമ്പോൾ തന്നെ പലപ്പോഴും ഈ ഗുരു കൾട്ടുകൾ, നമ്മുടെ ഈ പെന്തക്കോസ്ത് ഗോളത്തിൽ ഇങ്ങനൊരു ഗോളം ഉണ്ടെന്ന് സങ്കല്പിച്ചാൽ അതിനകത്ത് ഒത്തിരി ഗുരു കൾട്ടുകളുണ്ട്. ഗുരു കൾട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു ഗുരു പോലെ എനിക്ക് കുറച്ച് ശിഷ്യന്മാർ. അപ്പോൾ ശിഷ്യന്മാരെന്ത് നോക്കിയാണ് പഠിക്കുന്നത് വെച്ചാൽ ഗുരുവിൻ്റെ ലൈഫ് നോക്കിയാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഇത് ലൈഫ് ഇമ്പാർട്ടേഷൻ എന്നാണ് പറയുന്നത്. അതായത് ഗുരുവിൻ്റെ ലൈഫ് നോക്കി ശിഷ്യന്മാർ ഗുരുവിനെ പോലെ ആവുക. അപ്പോൾ അങ്ങനെ ഗുരുക്കന്മാരുടെ സ്ഥാനത്ത് എന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാർ, സ്വയം വിചാരിക്കുന്നവരും അങ്ങനെ മറ്റുള്ളവർ അവിടെ പ്രതിഷ്ഠിച്ചവരുമായ ആളുകളും ഇതിനിടയിലുണ്ട്. അപ്പോൾ അതിനകത്തുള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഗുരുവിനെ പോലെ ആകുന്ന കുറേ ശിഷ്യന്മാർ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പുതിയ നിയമത്തിൻ്റെ നീതി അനുസരിച്ച് ശരിക്കും ദൈവത്തിന് മുമ്പിൽ റൈച്ചസ് ആയിട്ട് ആരുമില്ല, നീതിമാനായിട്ട് ആരുമില്ല. അപ്പോൾ ഒരു ഗുരുവിൻ്റെ പിന്നാലെ പോയി അയാളുടെ നീതി എനിക്ക് ലഭിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ദൈവത്തിന് മുമ്പിൽ ഒരു പ്രയോജനവുമില്ല. കാരണം ആ നീതി മനുഷ്യൻ്റെ നീതിയാണ്, അത് ആരെയും നീതീകരിക്കുന്ന നീതിയല്ല. ഈ ദൈവത്തിൻ്റെ നീതി വിശ്വാസത്താൽ മാത്രം വരുന്നതായതുകൊണ്ട് ഗുരുവും ശിഷ്യനും എല്ലാം ഒരുപോലെ തകർക്കപ്പെടേണ്ടവരും ക്രിസ്തുവിൻ്റെ നീതിയാൽ നീതീകരിക്കപ്പെടുന്നവരും ആയിരിക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഈ കൾട്ടുകളുടെ ഒരു പ്രത്യേകത, അതൊരു വളരെ അപകടകരമായ ഒരു കൾട്ടുകൾ, പലതരത്തിലുള്ള കൾട്ടുകൾ നമ്മുടെ ഈ പെന്തക്കോസ്ത് ഗോളത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്, ആൾക്കാരെ വഞ്ചിക്കുന്നുണ്ട്. ഈ കൃപാവരങ്ങളുടെ കരിസ്മാറ്റിക് ഇമ്പാർട്ടേഷൻ പോലെ തന്നെ അതിനേക്കാളും ഒരുപക്ഷെ അതുപോലെ തന്നെ അപകടകരമായ കാര്യമാണ് ഈ ഗുരു ശിഷ്യനൊരു ലൈഫ് ഇമ്പാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആത്മാവ് നമുക്ക് ജീവൻ തരികയല്ല, ഈ ഗുരുവിനെ നോക്കി കണ്ട് പഠിച്ച് ഗുരുവിൻ്റെ ലൈഫ് സ്വായത്തമാക്കിയെടുക്കുകയാണ്. അതായത് മഹാത്മാഗാന്ധിയുടെ കുറേ ശിഷ്യന്മാർ പോയി അവർ ഈ ഖാദി വസ്ത്രമോ ഖദറൊക്കെ ഇട്ടിട്ട് അങ്ങനെ അവർ മഹാത്മാഗാന്ധിയെ പോലെ സസ്യ ആഹാരമൊക്കെ കഴിച്ച് അങ്ങനെ ജീവിക്കുന്ന പോലെ ഉള്ള ഗുരുക്കന്മാർ, ആ ഗുരുക്കന്മാർ പഠിപ്പിക്കുന്ന ചില പ്രത്യേക കാര്യങ്ങൾ, പ്രത്യേക ജീവിത രീതികൾ അനുകരിച്ച് ശിഷ്യന്മാരായി മാറുന്ന കൾട്ടുകൾ, ഓരോ വ്യക്തികളുടെ പിന്നാലെ പോകുന്ന കൾട്ടുകൾ. നമ്മൾ മനസ്സിലാക്കേണ്ട മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന പോലെ യേശുവിനോട്, ക്രിസ്തുവിനോട് നമ്മളൊരാളെ ചേർക്കുന്നില്ല, എന്നോടാണ് ചേർക്കുന്നതെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്ന് അവരെ ചിതറിച്ച് കളയാണ് ഞാൻ ചെയ്യുന്നത്. ഓരോ ഗ്രൂപ്പുകളിലേക്ക് ചിതറിക്കുകയാണ്. അപ്പോൾ എൻ്റെ പിന്നാലെ വരുന്ന ഒരാൾ, അതായത് എന്നെ കണ്ടുവരുന്ന ഒരാൾ, എൻ്റെ വചനം കേട്ട് വരുന്ന ഒരാൾ, അത് ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. എൻ്റെ ലൈഫ് നോക്കി ആയിരിക്കരുത് വരുന്നത്.
അത് ക്രിസ്തുവിനെ നോക്കി തന്നെ വരാൻ പാടും. കാരണം ക്രിസ്തുവിൻ്റെ ലൈഫ് അല്ലാതെ വേറെ ഒരു ലൈഫും പെർഫെക്റ്റ് അല്ല. അപ്പോൾ വചനം കേട്ടു, ഒരുപക്ഷെ നമ്മൾ ഒരു പരിധി വരെയൊക്കെ അനുഗമിച്ചിട്ടുണ്ടാകാം, ചിലപ്പോൾ അതൊരു മാതൃകയായിട്ട് മറ്റു പലർക്കും തോന്നിയിട്ടുണ്ടാകാം. പക്ഷേ എൻ്റെ ഉള്ളിലേക്ക് വരേണ്ട ലൈഫ് എന്ന് പറയുന്നത് ആത്മാവ് എനിക്ക് തരുന്ന ക്രിസ്തുവിൻ്റെ ജീവിതം മാത്രമാണ്. വേറെ ഒരു ലൈഫ് കൊണ്ടും ഒരു കാര്യവുമില്ല. അപ്പോൾ ഈ ഗുരുവ്യവസ്ഥ, ഇമ്പാർട്ടേഷൻ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലോട്ട് പകരുക. ഞാൻ ഒരിടത്തൊരു പുസ്തകത്തിൽ വായിച്ചാണ്, ഒരാൾ മരിക്കാൻ കിടക്കുമ്പം ICU കിടക്കുമ്പോൾ വെളിയിൽ നിൽക്കുന്നയാൾ ഇയാളുടെ ഈ പ്രാണൻ, നമ്മുടെ സാധാരണ പ്രാണനിലുള്ള ആ എക്സിസ്റ്റൻസ് ഇവിടെ ഇരുന്ന് കൽപ്പിക്കുകയാണ്, അകത്തിരിക്കുന്നയാൾക്ക് ഇത്തിരി ഇതിനകത്തൊന്ന് പോട്ടെ. അത് അയാൾ അന്നേരം ജീവൻ വെച്ച് വരുന്നു. ഇത് ഇപ്പം ഒരു കൾട്ട് ലീഡറാണ് ആ പുള്ളി. അദ്ദേഹം പൂക്കാട്ടുകൂടി കേന്ദ്രമാക്കി ഒരു കൾട്ട് നടത്തുന്നതാണ്. അപ്പോൾ അദ്ദേഹം ഈ ജീവനെ ഇങ്ങനെ പകർത്തി, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള മായാവിലാസങ്ങൾ, വിഭ്രാന്തികൾ ഇതിനകത്ത് സ്പ്രെഡാവുകയും യേശുക്രിസ്തുവിനെ നിസാരവൽക്കരിക്കുകയും യേശുക്രിസ്തു എന്ന ഏക ഗുരുവിനെ നിസാരവൽക്കരിക്കുകയും ചെയ്യുന്ന നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇത്രയും വചനം പറയുന്നുണ്ട്, ഞാനൊരു ഗുരുവൊന്നുമല്ല. കാരണം ഞാൻ പഠിപ്പിക്കുന്നത് എന്താണ്? വചനം. അപ്പോസ്തലന്മാർ ഓൾറെഡി എഴുതിയ വചനം വ്യാഖ്യാനിക്കുന്ന മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ശിഷ്യന്മാരുണ്ടാവുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് നിന്നുകൊണ്ട് ദൈവം കളിക്കുന്ന, അല്ലെ ക്രിസ്തു എന്ന സ്വയം അവരോധിക്കുന്ന അനേകം ആൾക്കാരെ, ഗുരുസ്ഥാനത്തായാലും അഭിഷിക്ത സ്ഥാനത്തായാലും യേശുക്രിസ്തുവിൻ്റെ സ്ഥാനം അപഹരിക്കുന്ന, ദൈവത്തിൻ്റെ നീതിക്ക് പകരം ചില മനുഷ്യരുടെ നീതിയെ പ്രതിഷ്ഠിക്കുന്ന കൾട്ടുകൾ അനേകമുണ്ട്. അത് എല്ലാവരും അതിനെക്കുറിച്ച് ജാഗ്രതയുള്ളവരായിരിക്കണം. നിങ്ങളുടെ ഗുരു ആരാണ് എന്ന് കണ്ടെത്തണം. അത് ക്രിസ്തു അല്ലെങ്കിൽ നിങ്ങൾ വലിയ പ്രശ്നത്തിൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നത് അത്യാവശ്യമാണ്. കാരണം യേശുക്രിസ്തു അല്ലാതെ ഇപ്പം ഞാൻ പ്രസംഗിക്കുന്നത് കേട്ടെന്ന് ഓർത്തുകൊണ്ട് ഞാൻ നല്ലവനാണോ അല്ലോ എന്ന് നിങ്ങൾ ഒരിക്കലും അറിയുന്നില്ല. എൻ്റെ പിന്നാലെ വന്നിട്ടും കാര്യമൊന്നുമില്ല. കാരണം ദൈവത്തിന് മുമ്പിൽ നമ്മളെല്ലാം ഒരുപോലെ കൃപ വേണ്ടവരും ദൈവത്തിൻ്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ടവരുമാണ്. നമുക്കെല്ലാം കുറച്ച് നീതിയൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ദൈവത്തിന് മുമ്പിൽ നിൽക്കില്ല. യേശുക്രിസ്തുവിൻ്റെ നീതി അല്ലാതെ വേറൊന്നും പെർഫെക്റ്റ് ആയിട്ടില്ല. ക്രിസ്തു അല്ലാതെ വേറെ ആരിൽ നിന്നും ഒന്നും, തലയായവനിൽ നിന്നല്ലോ സകല അവയവങ്ങളും അതതിന് വേണ്ട ഉദവി പ്രാപിക്കുന്നത്. ഒരു ഫിംഗർ ടിപ്പ് പോലും പ്രാപിക്കുന്നത്, ഒരു വിരലിന് ലഭിക്കേണ്ട ആ മടക്കണോ വേണ്ടോ എന്നുള്ള തീരുമാനം വരുന്നത് പോലും ആ കൈപ്പത്തിയിൽ നിന്നല്ല, തലയിൽ നിന്നാണ്. ആ കൈപ്പത്തിയോട് ചേർന്നായിരിക്കും ഫിംഗർ നിൽക്കുന്നത്, പക്ഷേ പ്രാപിക്കുന്നത് മുഴുവൻ ബ്രെയിനിൽ നിന്നാണ്. അങ്ങനെ തന്നെയാണ് ക്രിസ്തുവിൻ്റെ തലയിൽ നിന്നല്ലാതെ വേറെ ഒന്നും ആർക്കും ഒന്നും പ്രാപിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇമ്പാർട്ടേഷൻ തിയോളജി വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഇമ്പാർട്ടിങ് ദ ഗിഫ്റ്റ്സ് എന്ന് അപ്പോസ്തലന്മാർ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇവരുടെ കയ്യിലുള്ളത് അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതല്ല. അവർ കൈ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്തവർക്ക് കൊടുക്കണമോ അത് ദൈവത്തിൻ്റെ ആത്മാവ് കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഞാൻ വിചാരിക്കുന്നത് ഇതെല്ലാം ഇതിൻ്റെ ഈ ഒരു 19-ാം നൂറ്റാണ്ടിൽ, ഈ 20-ാം നൂറ്റാണ്ടിലൊക്കെ ഈ ഒരു ഇമ്പാർട്ടേഷൻ ശരിക്കും പറഞ്ഞാൽ വിദേശ വനിതയിൽ നിന്ന് ഇന്ന് ക്രിസ്ത്യൻ വേൾഡിലുള്ള ഒരു ശക്തനായ, ഇന്ന് ലോകം പറയുന്നൊരു വ്യക്തി, ആ ഒരു ഇമ്പാർട്ടേഷൻ കിട്ടി. അപ്പോൾ ഇതൊക്കെ ഈ അനുഭവങ്ങളാണ് പലരും ഇതിൻ്റെ പുറകെ ഓടിക്കുന്നത്. ഇപ്പം പേരെടുത്ത് തന്നെ പറയാം, കാതറിൻ കൂൾമാൻ ആ വ്യക്തിയിൽ നിന്ന് ബെന്നി ഹിന്നിലേക്ക് അഭിഷേകം പകർന്നു. ഇനിയിപ്പോൾ ബെന്നി ഹിൻ മരിക്കാനായിട്ട് ഇങ്ങനെ ആളുകൾ നോക്കി നിൽക്കുന്നുണ്ട്. മീൻസ് ആ ഒരു ഇമ്പാർട്ടേഷൻ ഇങ്ങനെ വീണ്ടും പകരാൻ വേണ്ടി അങ്ങനെ തന്നെ വലിയ വലിയ ദൈവദാസന്മാരുടെ കീഴെ പോയി അവരുടെ കൈവപ്പ് കിട്ടി. അപ്പം പാവപ്പെട്ട സാധാരണ ആൾക്കാർക്കൊന്നും എന്ത് കിട്ടത്തില്ല, ഇങ്ങനെ ഉള്ള ഇമ്പാർട്ടേഷൻ കിട്ടത്തില്ല. അത് ഇച്ചിരി ഹൈ ലെവലിലുള്ള. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു, ആഫ്രിക്കയിൽ പോയി ഇമ്പാർട്ട് ചെയ്തുകൊണ്ട് വരുന്നു, മീൻസ് ഈ അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് വരുന്നു. അതിവിടെ വന്നിട്ട് ഇവിടെ വിതരണം ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം ആളുകളിങ്ങനെ ഇതൊക്കെ കാണുകയാണ്, ഇതിൻ്റെ പുറകെ ഓടാൻ തക്കവണ്ണം ഈ വിഷ്വൽ മീഡിയയിലൂടെ ഇതെല്ലാം കാണും. അല്ലെങ്കിൽ വിഷ്വൽ മീഡിയ അല്ലെങ്കിൽ ബുക്കുകൾ, പുസ്തകങ്ങളെല്ലാം ഇത് വായിച്ച് ഇത്തരത്തിലുള്ളതിൻ്റെ പുറകെ ഓടാൻ തക്കവണ്ണമുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ഉണ്ടെന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. കേരളത്തിലെ അറ്റ്മോസ്ഫിയർ പ്രത്യേകിച്ച് വളരെ മോശമാണ്. ഈ ബെന്നിഹിൻ്റെ ഒരു പഴയകാല പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞതാണ്, കാതറിൻ കൂൾമാൻ, ഐമി മക്ഫിയേഴ്സൺ, അതായത് ഫോർ സ്ക്വയർ ഗോസ്പൽ ചർച്ച് തുടങ്ങിയ എയ്മി മക്ഫിയേഴ്സൺ ഇങ്ങനെയുള്ള വനിതകൾ. എയ്മി മക്ഫിയേഴ്സൺ 4 പ്രാവശ്യം മാത്രം ഡൈവോഴ്സായി അങ്ങനെ തിരിച്ചു മറിച്ചും കല്യാണം കഴിച്ച ഒരാളാണ്. അവരാണ് ഈ ഫോർ സ്ക്വയർ ഗോസ്പൽ ചർച്ച് തുടങ്ങിയത്. അപ്പോൾ ഇവരുടെ ശവകുടീരങ്ങളിൽ പോയി നിൽക്കുമ്പോൾ ഒരു പ്രത്യേകതര അനോയിൻറ്റിങ് ഫീൽ ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതൊരു ഡെത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരാൾ മരിച്ചുപോയ ആളുടെ ശവകുടീരത്തിൽ നിന്ന് വരുന്ന അനോയിൻറ്റിങ്.
ഈ അനോയിൻറ്റിങ് ഇദ്ദേഹത്തിൻ്റെ ഈ മറിച്ചു വീഴ്ത്തൽ പരിപാടിയിൽ, അതായത് പുറകോട്ട് വീഴ്ച, അതൊരു ഡിഫീറ്റഡ് ഡെത്തിനെ സിംബലൈസ് ചെയ്യുന്ന ഒരു വീഴ്ച. അത് വർഷിപ്പിനെ സിംബലൈസ് ചെയ്യുന്ന ഒരു വീഴ്ച അല്ല, ഡെത്തിനെ സിംബലൈസ് ചെയ്യുന്നൊരു വീഴ്ച. മരിച്ചു പോകുന്ന പോലത്തെ ഒരു തട്ടിപ്പ്, ആൾ തട്ടിപ്പോകുന്ന രീതിയിലുള്ള സ്ലേയിങ് എന്നതിന് പറയുന്നത്. സ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊലപാതകം ചെയ്യുന്നതിൻ്റെ അർത്ഥം, കൊന്നുകളയുക എന്ന് തന്നെയാണ് അർത്ഥം. ഒരു ഡെത്തുമായിട്ട് ബന്ധപ്പെട്ടൊരു സ്പിരിറ്റ്. ഈ സ്പിരിറ്റിനെ ബെന്നിഹിന് കിട്ടിയപ്പോൾ അദ്ദേഹം ബാംഗ്ലൂരുള്ള ഒരു അപ്പോസ്റ്റലിനെ വിളിച്ചത് ഏൽപ്പിച്ചു. ഇന്ത്യയിലെ ഈ വീഴിക്കൽ പരിപാടികളെല്ലാം, അതായത് ഈ സ്ലേയിങ് പരിപാടികളെല്ലാം. അപ്പോൾ ഈ സ്പിരിറ്റ്, ഈ ഡിമോണിക് സ്പിരിറ്റിന് ഇങ്ങനെ തീർച്ചയായിട്ടും ഇമ്പാർട്ടൻ്റ് ആകാൻ പറ്റും, ഒരാളിൽ നിന്ന് മറ്റൊരാളിലോട്ട് ട്രാൻസ്ഫർ പറ്റും. ദൈവത്തിൻ്റെ ആത്മാവ് എപ്പോഴും ദൈവത്തിൽ നിന്ന് മാത്രമേ വരുന്നുള്ളൂ, പുത്രനിലൂടെ മാത്രമേ വരുന്നുള്ളൂ, വേറൊരു വഴിയിലും വരുന്നില്ല. എന്നാൽ ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പകരുന്ന ആ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഡിമോണിക് സ്പിരിറ്റാണ്. ഇന്നത്തെ ഈ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുമ്പം ഇത് ഇന്ന് പല ആൾക്കാരും അവിടെ ഇവിടെയൊക്കെ പോയി പ്രാപിക്കുന്നുണ്ട്. ഇവരെല്ലാം ഇത് ശുശ്രൂഷയുടെ ശക്തി എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെത്തുമായിട്ട്, മരണവുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷനാണ്. ഇതുപോലെ അനേകം ആൾക്കാർ പല സ്ഥലത്തു നിന്ന് പോയി ഇങ്ങനെയുള്ള, അത് കേരളം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മലയാളികളുടെ സമൂഹം ഇങ്ങനെയുള്ളത് എന്തും സ്വീകരിക്കാൻ തക്ക ആയിട്ട് റെഡി ആയിട്ടുള്ളൊരു സമൂഹമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി ഒരു ബാപ്റ്റിസ്റ്റ് ബ്രദറൻ അല്ലെങ്കിൽ നമ്മുടെ ഈ ഭക്ത സിംഗിൻ്റെ ഒക്കെ ഉള്ളൊരു റിവൈവൽ അവിടെ ഓൾറെഡി നടന്നിട്ടുണ്ട്. അപ്പം അവർ ഭജനം പഠിപ്പിക്കുന്നപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നവരായിരിക്കണം എന്നില്ല, പക്ഷെ അവർ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന, കൃപയെ സംബന്ധിക്കുന്ന, രക്ഷയെ സംബന്ധിക്കുന്ന ഉപദേശങ്ങൾ അവർ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് ഉണ്ടാകുമായിരിക്കാം, പക്ഷേ സഭകളിലെല്ലാം ഇങ്ങനൊരു ഫൗണ്ടേഷൻ കിടപ്പുണ്ട്. ആ നാട്ടിൽ മുഴുവൻ നമ്മൾ ചെല്ലുമ്പോൾ അതറിയാം. ഈ കേരളത്തിൽ അത്തരം ക്രിസ്ത്യാനികൾ അവിടെ ഇല്ല, പക്ഷേ ഉള്ള ആളുകൾ, ഇപ്പം ബാപ്റ്റിസ്റ്റ് ചർച്ച് ചെന്ന് കഴിഞ്ഞാൽ അവർ പഠിപ്പിക്കുന്ന ആ ഒരു പാറ്റേൺ ഉണ്ട്. നമ്മളതിനോടെല്ലാം എഗ്രി ചെയ്യണമെന്ന് നിർബന്ധമില്ല, ബട്ട് സ്റ്റിൽ ദാറ്റ് പാറ്റേൺ ഈസ് ദെയർ. അപ്പോൾ അവിടെ ചെന്ന് ഇത് ഇറക്കാൻ എളുപ്പമല്ല, കാരണം അവർക്ക് ഇതൊരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്തില്ല. കേരളത്തിലെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ ഏറ്റവും ശക്തമായിട്ടുണ്ടായത് പെൻഡക്കോസ്റ്റൽ റിവൈവലാണ്. ഈ പെൻഡക്കോസ്റ്റൽ റിവൈവലിൽ സംഭവിച്ച ആദ്യ കാലങ്ങൾ കഴിഞ്ഞ് പിന്നീട് മിഷണറിമാരായിട്ട് വന്നവരും എല്ലാം വചനം പഠിപ്പിക്കാൻ വേണ്ടി അല്ല പൊതുവേ വന്നത്. എല്ലാവരുടെയും കാര്യം എല്ലാം പറയുന്നത് അവരവരുടെ ഷോ, അവരവരുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ ആദ്യകാലത്ത് ഇപ്പം കുക്കു സാഹിബൊക്കെ വരുമ്പോൾ അവർ വചനം പഠിപ്പിക്കുകയും തെരുവുകളിൽ പ്രസംഗിക്കുകയൊക്കെ ചെയ്തിരുന്ന കാലം കഴിഞ്ഞ് ഈ പെൻഡക്കോസ്റ്റ് ഇങ്ങനെ സ്പ്രെഡാകുന്ന സമയത്ത് പല സ്ഥലത്തു നിന്നും പല മിഷണറിമാർ വരികയും ഒക്കെ ചെയ്ത് ഇവരെല്ലാം വരുന്നത് വചനം പഠിപ്പിക്കാൻ വേണ്ടിയല്ല, അവരുടെ കയ്യിലുള്ള ചില ഗിഫ്റ്റുകൾ കാണിച്ചു തരാൻ വേണ്ടിയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, വലിയൊരു കൂട്ടം ജനത്തിനും വചനത്തിൻ്റെ ഫൗണ്ടേഷൻ വന്നിട്ടില്ല. അപ്പോൾ അവർ ഈ സ്റ്റേജിൽ നിന്ന് ഇവരെന്ത് കാണിച്ചാലും വിശ്വസിക്കാൻ തക്കവണ്ണം പരുവപ്പെട്ട ഒരു മനസാക്ഷിയാണ് മലയാളിക്കുള്ളത്. അതുകൊണ്ട് ഇവരെ വഞ്ചിക്കാൻ വളരെ എളുപ്പമാണ്. മലയാളിയെപ്പോലെ വേറെ ആരെയും വഞ്ചിക്കാൻ പറ്റത്തില്ല. തമിഴ്നാട്ടിലൊക്കെ കുറേ ആൾക്കാരുണ്ട് ഇതിൻ്റെ പുറകെ പോകുന്നതില്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഒരു ഈ മലയാളിയെ വഞ്ചിക്കുന്നവർ ഇവർക്ക് ആരെയും വഞ്ചിക്കാൻ പറ്റില്ല. ഇവിടെ നിന്ന് ഒഴുകുന്ന പോലെ ഈ കള്ള ഉപദേശങ്ങൾക്കുള്ള പണവും വേറൊരിടത്തൊന്നും വരികയില്ല. അപ്പോൾ മലയാള നാടെന്ന് പറഞ്ഞ് ഇവർക്കൊരു ഫെർട്ടൈൽ ഗ്രൗണ്ടാണ്. കാരണം ഇവിടെ വചനത്തിൻ്റെ ഒരു റിവൈവൽ ഉണ്ടായിട്ടില്ല അടുത്ത കാലത്തെങ്ങും. പണ്ട് ഉള്ള അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അടുത്ത കാലത്തൊക്കെ ഉണ്ടായിരിക്കുന്ന ഉണർവെന്ന് പറയുന്നതൊക്കെ ഇപ്പോൾ ഈ ബാംഗ്ലൂരിൽ കാണുന്ന പോലെ ഉള്ള അടിപൊളി ബഹളങ്ങളാണ്. അവിടുന്ന് വചനമില്ല. ഈ അടിപൊളി ബഹളങ്ങളിൽ വീണുപോയി ഇതാണ് വിശ്വാസം എന്ന് വിചാരിക്കുന്ന ജനത്തെ സംബന്ധിച്ച് അവർ എന്തും വിഴുങ്ങാൻ തയ്യാറാണ്. ഇപ്പം കേരള ഈസ് എ ഫെർട്ടൈൽ ഗ്രൗണ്ട് ഫോർ ഓൾ ദീസ് ഡിമോണിക് ഇൻഫ്ലുവൻസസ്. അതാണ് നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്നത്. അപ്പോൾ പത്യോപദേശം, ദൈവത്തിൻ്റെ കർത്താവിൻ്റെ വചനം, രക്ഷയെ സംബന്ധിക്കുന്ന ഉപദേശം, ഞാൻ എന്തിനാണ് രക്ഷിക്കപ്പെട്ടത്, സ്വർഗത്തിൽ പോകുമോ, ഞാൻ അനുഭവിച്ചൊരു കാര്യമാണ്. ഞാൻ സ്വർഗത്തിൽ പോകുന്ന ഞാൻ ഉറപ്പ് പറഞ്ഞാൽ ഞാൻ കാൽവിനിസ്റ്റായി. അതായത് രക്ഷയുടെ വാഗ്ദത്തങ്ങൾ, എനിക്ക് കർത്താവ് തന്ന വാഗ്ദത്തത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ സ്വർഗത്തിൽ പോകും എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കാൽവിനിസ്റ്റായിട്ട് അപ്പം തന്നെ ബ്രാൻഡ് ചെയ്ത് കഴിഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യാശ പോലും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ, പ്രത്യാശ പോലും എടുത്തു മാറ്റപ്പെടുന്നൊരു സിറ്റുവേഷൻ. ഇപ്പോൾ തീർച്ചയായിട്ടും കേരളം ഒരു മിഷൻ ഫീൽഡാണ്. ഇനിയും കർത്താവിനെ അറിയുന്ന മിഷണറിമാരിവിടെ വന്ന് ഒന്നിൽ നിന്ന് തുടങ്ങുകയും ഈ വിധ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ചിന്തിക്കേണ്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ സ്പിരിച്വൽ ഫാദർ എന്ന് പറയുന്ന ഒരു വിഷയമാണ്. ഇന്ന് അനേകം സ്പിരിച്വൽ ഫാദേഴ്സ് ഉള്ള ഒരു പ്രത്യേക സ്ഥലമായി കേരളം മാറിയിരിക്കുകയാണ്. ഒരു പരിധിവരെ ചിലപ്പം ഇത് അമേരിക്കയിൽ നിന്ന് വന്ന ഒരു കൺസെപ്റ്റാണോ എന്ന് ഒരു ഡൗട്ടുണ്ട്. മാത്രമല്ല ഈ സ്പിരിച്വൽ ഫാദേഴ്സിന് പറയാനുള്ളത് പൗലോസും തിമോത്തിയോസുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. പൗലോസ് ജയിലിലിരുത്തപ്പോൾ ജനിപ്പിച്ച എൻ്റെ പ്രിയ മകൻ എന്ന് പറയുന്ന ആ ഒരു മകൻ. ഇപ്പം ചേസ് ബ്രദർ ഇപ്പം
ഒരു സ്പിരിച്വൽ ഫാദറിൻ്റെ റോളിലാണ്. ഞാൻ ചേസ് ബ്രദറിനെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ചേസ് ബ്രദർ എൻ്റെ മേലെ റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് ചെയ്യുക ഇത് ചെയ്യുക. അപ്പോൾ ഒരു സ്പിരിച്വൽ ഫാദേഴ്സ് അല്ലെങ്കിൽ സ്പിരിച്വൽ സൺ എന്ന് പറയുന്ന ഒരു സംഗതി അതിനെത്രത്തോളം ബൈബിൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അത് ഈ നാളുകളിൽ വളരെ കൂടിക്കൂടി വരികയാണ്. അതെങ്ങനെയാണ് അതിനെക്കുറിച്ച്? ഓക്കെ, അതായത് നമ്മൾ സാധാരണ ഒരു കുടുംബത്തിലുള്ള ഒരു അപ്പൻ മകനെ തന്നെ എടുക്കാം. ഒരു സാധാരണ പിതാവ് പുത്രൻ, ബയോളജിക്കൽ. ഈ അപ്പൻ മകനോട് കൽപ്പിക്കുന്നതിനൊരു കാലാവധിയുണ്ട്. അത് കഴിയുമ്പോൾ മകൻ ഇൻഡിപെൻഡൻ്റ് ആവും. അതാണല്ലോ അപ്പൻ്റെ പ്രതീക്ഷ. ഒരു 20-22 വയസ്സാകുമ്പോൾ അവൻ എന്താവണം? ഇൻഡിപെൻഡൻ്റ് ആകണം. അപ്പോൾ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഉപദേഷ്ടാക്കന്മാർ ഒത്തിരി പേരുണ്ടെങ്കിലും ആ പിതാക്കന്മാർ അതിനകമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം പിതാക്കന്മാരെന്നുള്ള അർത്ഥത്തിൽ സ്പിരിച്വലി അവരെ വീണ്ടും ജനിപ്പിച്ചവരെന്നുള്ള അർത്ഥത്തിലാണ് പൗലോസ് പിതാക്കന്മാരെന്ന് പറയും. പക്ഷേ ഈ മക്കൾ എന്നും പിതാക്കന്മാർ പറയുന്നത് അനുസരിക്കേണ്ട കാര്യമില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മക്കൾ മെച്യൂരിറ്റി പ്രാപിക്കുകയും പിതാക്കന്മാരെക്കാളും വലിയൊരു ദർശനം അവർക്ക് ലഭിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ സ്പിരിച്വൽ റിലേഷൻഷിപ്പുകളെല്ലാം നമ്മൾ പിടിച്ചെടുക്കുന്നതല്ല, നമുക്ക് നൽകപ്പെടുന്നതാണ് ബഹുമാനത്താൽ. ഉദാഹരണത്തിന് എന്നോട് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെനിക്ക് പിതാവിനെ പോലെയാണ്. ഇത് ആ പിതാവിനെ പോലെ നീ പറഞ്ഞല്ലേ, എന്നാൽ മര്യാദയ്ക്ക് ഇവിടെ വാള എന്ന് പറയുന്ന ആ ബന്ധമല്ല ഇത് അവരങ്ങനെ കരുതുന്നു ഒക്കെ എന്നുള്ളൂ. അല്ലാതെ ഒരു ബന്ധം, ഒരു അധികാരം, ഒരു പിതാവിൻ്റെ അധികാരം, ഞാനാണ് അവനെ സ്ഥാനപ്പെടുത്തിയത്, ഞാൻ പറയുന്നവൻ കേൾക്കാൻ പാടുള്ളൂ. ഈ ചർച്ചിലാണ് അവൻ വരുന്നത്. കഴിഞ്ഞ ദിവസം ഒരാൾ മിഷണറി വേലയ്ക്ക് പോകാൻ വേണ്ടി സമർപ്പണത്തെക്കുറിച്ച് പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു, ഞാനാണ് നിൻ്റെ സ്പിരിച്വൽ പിതാവ്, എനിക്ക് തോന്നാത്ത ബുദ്ധി നിനക്ക് തോന്നേണ്ട കാര്യമില്ല. നീ സുവിശേഷ വേലയ്ക്ക് പോകണമെങ്കിൽ എന്നെ ദൈവം ആദ്യം കാണിച്ചു, ഞാനാണ് നിൻ്റെ അപ്പൻ. കർത്താവ് പറയുന്നു, സ്വർഗസ്ഥനായ പിതാവല്ലാതെ വേറെ ആരും നമുക്ക് പിതാവിൻ്റെ അധികാരമുള്ള ആളായിട്ടില്ല. സ്വന്തം പിതാവ് പോലും ഇപ്പം നമുക്ക് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങണം, അല്ലെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നമ്മൾ ഇറങ്ങുമ്പം സ്വന്തം പിതാവ് എതിര് നിന്നാലും അധികാരമില്ല. അധികാരം സ്വർഗത്തിലെ പിതാവിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏത് മനുഷ്യനും സ്വർഗസ്ഥനായ പിതാവിൻ്റെ യേശുക്രിസ്തുവിലൂടെ ദത്തെടുക്കപ്പെട്ട പുത്രനായിട്ട് നമ്മൾ ചിന്തിക്കുമ്പം ആ ഒരു പിതാവിനെ മാത്രമേ നമുക്ക് പിതാവിൻ്റെ അധികാരമുള്ള, സ്നേഹത്തിൽ നമുക്ക് അപ്പനെ പോലെയാണ് മകനെ പോലെയാണ് എന്നൊക്കെ പറയാമല്ലോ. അപ്പം എനിക്ക് മക്കളെ പോലെ ഒത്തിരി ആൾക്കാരുണ്ട്, അവരെന്നെ അപ്പനെ പോലെ കാണുന്നുമുണ്ട്. പക്ഷെ അതൊരു അധികാരമല്ല, ആത്മീയ അധികാരമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങോട്ട് വാ, നീ അത് ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, ഞാൻ അപ്പനാണ് പറഞ്ഞാൽ കേൾക്കണം, ഇങ്ങനെയുള്ള അധികാരം ആരുമായിട്ടുമില്ല. ഇപ്പം എൻ്റെ ബയോളജിക്കലി എനിക്കുള്ള പിള്ളേരോട് പോലും ഞാൻ അധികാരം എടുക്കാറില്ല. കാരണം ഞാൻ എൻ്റെ മകനോട് പറഞ്ഞത്, നീ ദൈവത്തെ ഭയപ്പെട്ടു, എന്നെ ഭയപ്പെടാൻ മാത്രം ഞാനൊന്നുമല്ല. എന്നെ പലപ്പോഴും നീ ബലഹീനനായൊക്കെ കണ്ടെന്ന് വരും. നീ എൻ്റെ പുറകെ ഭയപ്പെടേണ്ട ഒരാളായിട്ട് എന്നെ നീ കാണണ്ട, ദൈവത്തെ കണ്ടാൽ മതി. കാരണം ഗോഡ് എലോൺ ഈസ് വർതി ഓഫ് അവർ അഡോറേഷൻ. അപ്പോൾ ഇത് എല്ലാ കൾട്ടുകളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്ഥാനത്ത് മനുഷ്യർ കയറി വരുമെന്നുള്ളതാണ്. പിതാവിൻ്റെ സ്ഥാനം അത് തന്നെയാണ്. ഈ ദൈവത്തിൻ്റെ സ്ഥാനമാണ് ഇവർ അപഹരിക്കാൻ ശ്രമിക്കുന്നത്. ഏദൻ തോട്ടത്തിൽ അങ്ങനെ തന്നെ ആയിരുന്നു. ഏദൻ തോട്ടത്തിൽ ഇവർ ശ്രമിച്ചത് ദൈവത്തെ പോലെ ആകാനാണ്. അതായത് സാത്താന് വേണ്ടിയിരുന്നത് ദൈവത്തെ പോലെ ഉള്ള കുറേ ആൾക്കാരെയാണ്. അതായത് അവരങ്ങനെ ചിന്തിക്കുന്ന കുറേ ആൾക്കാർ. ഇപ്പോൾ ദൈവത്തിൻ്റെ സ്ഥാനത്ത് കയറി നിൽക്കുന്ന, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് കയറി നിൽക്കുന്ന ആ ഒരു പരിപാടിയാണ് ഇത് കാണുന്നത്. ഇങ്ങനെയുള്ള പ്രവണതകളെല്ലാം തീർച്ചയായിട്ടും വളരെ അധികം മാനസികമായൊക്കെ ആളുകളെ തളർത്തിക്കളയുന്ന കാര്യമാണ്. ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തെ എടുത്തു കളയുന്ന കാര്യമാണ് ഈ ഇടയ്ക്കുള്ള പിതാക്കന്മാരും ഇടയ്ക്കുള്ള അധികാരികളും. നമ്മളെപ്പോഴും മനസ്സിലാക്കണം, നമ്മൾ കർത്താവിലേക്ക് നയിക്കുന്ന ഒരാൾ ക്രിസ്തുവിൻ്റെ സ്വന്തമാണ്, അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ആളാണ്. അതുകൊണ്ട് പൂർണ്ണ അധികാരി കർത്താവാണ്, നമ്മുടെയും അയാളുടെയും. അവിടെ ഒരാളുടെ മേലും യാതൊരു അധികാരവും നമുക്കില്ല. ആത്മീയ അധികാരം മാത്രമേ ഉള്ളൂ, അത് അവർ നമുക്ക് തരുന്നതാണ്. ആത്മീയ അധികാരം അവർ നമുക്ക് തന്നില്ലെങ്കിൽ നമുക്കില്ല. അപ്പോൾ ഇപ്പോൾ ജിജോ ബ്രദറെ എന്നോട് ഞാൻ പറയുകയാണ്, ജിജോ ബ്രദറെ എനിക്ക് ഇന്ന കാര്യങ്ങൾ ജിജോ ബ്രദറിൻ്റെ അഡ്വൈസ് എനിക്ക് വേണം എന്ന് പറയുകയാണെങ്കിൽ, ഓക്കെ, ഐ എം ഗിവിങ് യു അതോറിറ്റി. ജിജോ ബ്രദർ പറയുന്ന പോലെ ഞാൻ ചെയ്യാം എന്ന് പറയുമ്പം ഗിവൺ അതോറിറ്റി, അതാണ് സ്പിരിച്വൽ അതോറിറ്റി എന്ന് പറയുന്നത്. അതല്ലാതെ സ്ഥാപിച്ചെടുക്കുന്ന അതോറിറ്റി അല്ല. ഇപ്പോൾ പല ചർച്ചകളിൽ ആൾക്കാർ സ്നാനപ്പെട്ട ശേഷം വർഷങ്ങൾ കഴിഞ്ഞ് അത് മഹാദുരുപദേശമാണ്, ക്രിസ്തുവിനെതിരെയാണ് ആ പാസ്റ്റർ പ്രസംഗിക്കുന്നത്, അയാൾ വീണുപോയി എന്നൊക്കെ വിചാരിച്ചാലും ഇവർക്ക് വെളിയിൽ പോകാൻ പറ്റില്ല. കാരണം ഇവർ ചിന്തിക്കുന്നത് എൻ്റെ ആത്മീക പിതാവിനെ വിട്ട് ഞാൻ എങ്ങോട്ട് പോകുമെന്നാണ്.
ശരിക്കും സഹോദരങ്ങളെ, നിങ്ങൾ പോകുന്ന ചർച്ചിൽ യേശുക്രിസ്തു അല്ല പ്രധാന വിഷയമെങ്കിൽ നിങ്ങൾ പോകുന്ന കർത്താവിൻ്റെ ശരീരമായ സഭയിലല്ല, നിങ്ങളൊരു ക്ലബിൽ പോകുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആ സഭയിൽ നിന്ന് ചാടണം എന്നല്ല ഈ പറയുന്നത്. പാസ്റ്റർമാരോട് പറയണം, ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കുക. ഈ സഭയിൽ യേശു ക്രിസ്തു രാജാവായിരിക്കട്ടെ. കർത്താവിനെക്കുറിച്ച് മാത്രം പറ കുറേ നാൾ, അത് പറഞ്ഞങ്ങ് നാവങ്ങ് വഴങ്ങട്ടെ. ശരിക്കും യേശു ക്രിസ്തുവിനെ ഓരോ സഭയിൽ ഉയർത്തണമെന്ന് മാത്രം നമ്മുടെ ഉദ്ദേശം. ഞങ്ങൾ ഈ പ്രോഗ്രാം നടത്തുന്നതിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. യേശു ക്രിസ്തു ഓരോ സഭയിലും വാഴണം. അവൻ്റെ രാജത്വം, അധികാരം ഓരോ സഭയിലും. ക്രൈസ്റ്റ് ഷുഡ് ബി ദ ഫസ്റ്റ് പേഴ്സൺ. അത് IPC ആയാലും ചർച്ച് ഓഫ് ഗോഡ് ആയാലും ബ്രദറിനായാലും ശാരനായാലും ഇൻഡിപെൻഡൻ്റ് ആയാലും എവിടെ ആയാലും ഈ ശുശ്രൂഷകളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ശരിക്കും കർത്താവിൻ്റെ സഭകളിലെല്ലാം യേശു ക്രിസ്തു വാഴണം, തലയായി കർത്താവിൻ്റെ അധികാരം അവിടെ വരണം എന്നുള്ളതാണ്. അവിടെ ഒരു മനുഷ്യൻ കയറിയിരിക്കാതെ, ഒരു മനുഷ്യൻ്റെ അധികാരം അവിടെ കാണിക്കാതെ ദൈവത്തിൻ്റെ അധികാരത്തിനും പരമാധികാരത്തിനും കീഴ്പ്പെടുന്ന സഭകൾ ഉണ്ടാകണം. ഇതിന് ഏത് ബ്രാൻഡിൽ അറിയപ്പെട്ടാലും കുഴപ്പമില്ല. നമുക്ക് ബ്രാൻഡൊന്നുമില്ല. ഏത് ബ്രാൻഡിൽ അറിയപ്പെട്ടാലും കുഴപ്പമില്ല. ചെറിയ ചെറിയ ആശയവ്യത്യാസങ്ങളും ഉപദേശ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇറ്റ്സ് ഓക്കെ. പക്ഷേ ക്രിസ്തു എല്ലാറ്റിലും മഹത്വമുള്ളവനായിട്ട് മാറണം. ഇതിനിടയിലുള്ള കൾട്ട് ടീച്ചിങ്സ് എല്ലാം ഒഴിവാക്കപ്പെട്ട് ഓരോരുത്തരും ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കണം. അതിനുവേണ്ടിയാണ് ഈ നമ്മുടെ ഈ അധ്വാനം എല്ലാം ഒരർത്ഥത്തിൽ പറഞ്ഞത്. അടുത്തൊരു ചോദ്യം ചോദിക്കാറുള്ളത് ഈ കവറിങ് തിയോളജിയെക്കുറിച്ചാണ്. ഒരു സഭയിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ആ സഭയിലെ ഒരു ശുശ്രൂഷകൻ്റെ കീഴിൽ നിൽക്കുന്നിടത്തോളം കാലം ആ അഭിഷിക്തൻ്റെ അല്ലെങ്കിൽ ആ ശുശ്രൂഷകൻ്റെ ഒരു അധികാരത്തിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ആ ഒരു കവറിങ്ങിൻ്റെ കീഴിൽ ആ വ്യക്തി ആയിരിക്കുന്നു. ഏതെങ്കിലും കാരണവശാൽ ആ ഒരു സഭയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നാൽ ആ പ്രൊട്ടക്ഷൻ നഷ്ടപ്പെട്ട് അയാൾ ശാപഗ്രസ്തനായി മാറുന്നു. ആ അഭിഷേകത്തിൻ്റെ ആ പ്രൊട്ടക്ഷനിൽ നിന്ന് അയാൾ പോകുന്നു. ഇത്തരത്തിലുള്ള ഈ തിയോളജിയെക്കുറിച്ച്, ഇത്തരത്തിലുള്ള ഈ ഒരു സഭയിലുള്ള ഈ ഒരു ചിന്താഗതിയെക്കുറിച്ച് എന്താണ് പറയാം? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അനോയിൻറ്റിങ് എന്നുള്ള വാക്ക് അനോയിൻറ്റഡ് ആയിട്ട് ക്രിസ്തു മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ക്രിസ്റ്റോസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ അനോയിൻറ്റഡ് എന്നാണ്, അഭിഷിക്തൻ. ഈ ക്രിസ്തുവിൻ്റെ അഭിഷേകമാണ് നമ്മുടെ ജീവിതകാലം മുഴുവൻ അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിലിരിക്കുന്നതാണ് പറയുന്നത്. ഇവിടെ പറയുന്ന ഈ അനോയിൻറ്റിങ്, ഈ മനുഷ്യർ സ്വയം എടുക്കുന്ന അനോയിൻറ്റിങ്, ആ അനോയിൻറ്റിങ്ങിൻ്റെ പ്രൊട്ടക്ഷൻ. ഇപ്പോൾ ഒരു സഭയിലെ പാസ്റ്റർ അനോയിൻറ്റഡാണ്, അഭിഷിക്തനാണെന്ന് അയാൾ ക്ലെയിം ചെയ്യുന്നു. അപ്പോൾ അയാൾ വേണേൽ ക്രിസ്തു എന്ന് വിളിക്കാം. കാരണം അനോയിൻറ്റഡ് എന്നുള്ളതിൻ്റെ ഗ്രീക്ക് ക്രിസ്തു എന്നാണ്. ഓക്കെ, അതിൻ്റെ എബ്രായ പദം മെസ്സിഹ എന്നാണ്. ശരിക്കും അനോയിൻറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ. അപ്പോൾ വേണമെങ്കിൽ ഞാൻ അഭിഷിക്തനാണെന്ന് പറയുന്ന ആൾക്കാരെ നമുക്ക് ക്രിസ്തുവെ എന്ന് വിളിക്കാം, ഗ്രീക്കിലാണ് വിളിക്കുന്നതെങ്കിൽ. അതുകൊണ്ട് തന്നെ പുതിയ നിയമത്തിൽ പത്രോസോ പൗലോസോ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അനോയിൻറ്റഡ് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അനോയിൻറ്റിങ് ഉണ്ട്, അഭിഷേകമുണ്ട്, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ പ്രത്യേക ഒരു അഭിഷിക്തനില്ല. അപ്പോൾ ഈ കവറിങ് തിയോളജിയുടെ ഒരു പ്രത്യേകത, യേശുക്രിസ്തുവാണ് അഭിഷിക്തൻ, ആ സ്ഥാനം ഇവരെടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ എല്ലാ കൾട്ടുകളിലും ദൈവത്തിൻ്റെ ഒരു സ്ഥാനം, ഈ പ്രത്യേകിച്ച് ക്രിസ്തുവിൻ്റെ സ്ഥാനം പാപികളായ മനുഷ്യരെടുക്കുന്നതിനെയാണ് നമ്മൾ കൾട്ടെന്ന് പറയുന്നത്. എല്ലാ കൾട്ടിലും ഒരു പ്രധാന ആൾ യേശുക്രിസ്തുവിൻ്റെ സ്ഥാനം എടുക്കും. അവരുടെ ക്രിസ്റ്റോളജിയിൽ ക്രിസ്തു ഭയങ്കര ബലഹീനനായിരിക്കും, ക്രിസ്തുവിനെ കുറച്ചു കൊണ്ടുവരും. പൂക്കാട്ടുപടിയിലെ കൾട്ട് അങ്ങനെയാണ്. പിതാവ് വലിയ ആളാണ്, ദൈവമാണ്, പുത്രൻ ചെറുതാണ്. ആ ചെറുതാക്കിയിട്ട് അവസാനം അവിടുത്തെ ആ കൾട്ടിൽ ലീഡറിൻ്റെ ലെവലിലെത്തിക്കും. കാരണം ഇവർക്ക് ക്രിസ്തുവിൻ്റെ സ്ഥാനമാണ് വേണ്ടത്. ഒരു കൾട്ട് ലീഡർ, എറണാകുളത്തുള്ളൊരു കൾട്ട് ലീഡർ പറഞ്ഞു, അവരുടെ ചർച്ചകൾ മരിച്ചു പോയപ്പം ഇന്നലെ രാത്രി ഈ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ മറന്നുപോയി, ഉറങ്ങിപ്പോയി, അതുകൊണ്ട് അയാൾ മരിച്ചു പോയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം പ്രാർത്ഥിച്ച് അവരുടെ ജീവൻ സംരക്ഷിക്കുകയാണ് ഓരോരുത്തരുടെ. ഈ 21-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന അന്ധവിശ്വാസികൾ ഇത്രയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടാൻ നമുക്ക് പറ്റുന്നുണ്ടല്ലോ. അത്ര പോലും വിവേകം നമുക്കില്ലാതെ പോകുന്നുള്ളൊരു മനുഷ്യനെ ആശ്രയിക്കാൻ മാത്രം വഞ്ചിക്കപ്പെടുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടല്ലോ എന്നുള്ളത് വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ കവറിങ് തിയോളജി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള എല്ലാ തിയോളജിയും ദൈവത്തിൻ്റെ അസ്തിത്വത്തിനെതിരെ, ദൈവത്തിൻ്റെ വ്യക്തിത്വത്തിനെതിരെയുള്ള വെല്ലുവിളികളാണ്. എല്ലാ ദുരുപദേശങ്ങളെയും നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അവിടെ ക്രിസ്തുവിനെതിരെയുള്ളൊരു വെല്ലുവിളി നമുക്ക് കാണാം. കർത്താവിൻ്റെ വെളിപ്പെടുത്തലുകൾക്കെതിരെയുള്ളൊരു വെല്ലുവിളി. അപ്പോൾ യേശു ക്രിസ്തുവിനെ ഈവൻ ഈ കരിസ്മാറ്റിക് ഗ്രൂപ്പുകളിൽ, എക്സ്ട്രീം കരിസ്മാറ്റിക്സ്, നമ്മൾ കരിസ്മയിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഞാൻ പറഞ്ഞ ഒരു എക്സ്ട്രീം കരിസ്മാറ്റിക് ഗ്രൂപ്പുകൾ നോക്കിയാലും ക്രിസ്റ്റോളജി വളരെ ബലഹീനമാണ്. യേശു ക്രിസ്തുവിനെ ഒരു നമ്മളിൽ ഒരാളെ പോലെയാണ് കാണുന്നത്. അതായത് ഈ കരിസ്മാറ്റിക് എക്സസിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവർ പറയുന്നത് ക്രിസ്തുവിൻ ചെയ്തതിനേക്കാളും വലിയ കാര്യങ്ങൾ നമ്മളെ ചെയ്യും. അപ്പം ക്രൈസ്റ്റ് ഈസ് വൺ എമംഗ് അസ്, ഞങ്ങളും ക്രിസ്തുവിനെ പോലെയൊക്കെ തന്നെയാണ്. അത്
അപ്പോൾ ക്രിസ്തുവിൻ്റെ തലത്തിൽ സ്വയം പ്രതിഷ്ഠിക്കുകയും ക്രിസ്തുവിനെ ബലഹീനനാക്കുകയും ദൈവത്വത്തെ നിഷേധിക്കുകയും ചെയ്യുന്ന അങ്ങനെയാണ് ഈ കൾട്ടുകൾ മിക്കതും ഉണ്ടാകുന്നത്. ഇപ്പോൾ സ്വയനീതി എന്ന് പറയുന്നത് പോലും ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ക്രിസ്തുവിൻ്റെ നീതി പോലെ തന്നെയാണ് എൻ്റെ നീതി എന്ന് വിശ്വസിച്ചിട്ടാണ്. സോ ദർ ഇസ് എവ്രിവെയർ ദർ ഇസ് എ ബിലിറ്റിലിംഗ് ഓഫ് ക്രൈസ്റ്റ് ഓർ കർത്താവിനെ നിസാരവൽക്കരിക്കുന്ന ഒരു പരിപാടി ഇതിനകത്തെല്ലാം ഉണ്ട്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഓർക്കുക, ശരിക്കും വേദവസ്തു നമ്മളെ പഠിപ്പിക്കുന്ന പഥ്യോപദേശം നമ്മളെ പഠിപ്പിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ. ഒരു ഉപദേശം പഥ്യമാണോ, നല്ലതാണോ, സൗണ്ട് ഡോക്ടറിനാണോ എന്നറിയുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഒരേ ഒരു ടെസ്റ്റ് സകലത്തിനും മഹത്വം ദൈവത്തിന് കരയറ്റപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. ഇതിന് ഇടയിൽ എവിടെയെങ്കിലും ഇരുന്ന് മനുഷ്യൻ അതിൻ്റെ ഗ്ലോറി അടിച്ചു മാറ്റുന്നുണ്ടെങ്കിൽ അത് പഥ്യോപദേശമല്ല. അത് സ്വന്തം നീതി വെച്ചായാലും അഭിഷേകം വെച്ചായാലും അവരിലൂടെ പ്രവഹിക്കുന്ന എന്തെങ്കിലും എന്ന് പറഞ്ഞായാലും മനുഷ്യരെ സ്വാധീനിക്കുന്ന നിക്കോലേവ്യ ഉപദേശങ്ങൾ. നിക്കോലേവ്യ ഉപദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? നിക്കാവോ എന്ന് ഗ്രീക്കിൽ പറഞ്ഞാൽ ഐ കോൺകർ, കീഴടക്കുന്നതാണ്. ലാവോസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എന്നാണ്. ജനങ്ങളെ കീഴടക്കുന്ന ഉപദേശങ്ങൾ, അവരെ ഭരിക്കുന്ന, അവരെ കീഴിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലുള്ള ഉപദേശങ്ങൾ ചുറ്റും വ്യാപരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ക്രിസ്തുവിനെ ഗ്ലോറിഫൈ ചെയ്യാത്ത എല്ലാ ഉപദേശങ്ങളും വ്യാജമാണ്. യേശുക്രിസ്തു അല്ലാതെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരഭിഷിക്തനുമില്ല. അഭിഷേകം നമുക്ക് എല്ലാവർക്കും ഉണ്ട്, പക്ഷേ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. ക്രൈസ്റ്റ് എലോൺ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.